ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രൂപ കൺമണി മോളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് താര വരുവാട്ടോ. താര ഇങ്ങനെ കൺമണി മോളെ രൂപനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് വരുമ്പോ രൂപ പറയണ്ട, ആഹാ ഇതാരാ വന്നിരിക്കുന്നത്, കൺമണി മോളുടെ അമ്മുമ്മയാണോ, വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. താര വരുന്നുണ്ട്. താരയുടെ അടുത്ത് രൂപ കുഞ്ഞിനെ കൊടുക്കാണ്. താര കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ഷാരി ഒരു മൂലക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നു കേട്ടോ. താരയുടെ അടുത്ത് രൂപ ചോദിക്കണ്ടേ, എല്ലാ താരെ ഇന്നലെ എന്തിനാ ഒറ്റക്ക് പോയിട്ട് മാറി നിന്നത്, ഒന്നുമില്ല എന്ന് താര മറുപടി പറയാണ്. ശേഷം താര ചോദിക്കണ്ട്, ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കാണ്. എന്താ താര എന്ന് ചോദിക്കുമ്പോ, കുഞ്ഞിനെ ഞാനൊന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, അതെന്തിനാ താര വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ല താരക്ക് ഇവിടെ വന്നിട്ട് കാണാലോ എന്ന് പറയുമ്പോഴേക്കും, അല്ല ഇന്നൊരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കാണ്. അത് കേട്ടുകൊണ്ട് രൂപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തിനാ കൊണ്ടുപോകുന്നത്, അങ്ങനെ കൊണ്ടുപോയാൽ ശരിയാവില്ല, കുഞ്ഞിനെ ഇത്ര നാൾ വളർത്തിയത് ഞാനാണ്, ഞാനില്ലാതെ കുഞ്ഞിന് പറ്റില്ല എന്ന് പറയുമ്പോ രൂപ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ ഇടത്തി, എന്തൊക്കെ പറഞ്ഞാലും താരയുടെ കൊച്ചുമകൾ തന്നെയല്ലേ, കുഞ്ഞിപ്പോ എല്ലാവരുടെ ഇണങ്ങുന്ന പ്രായമാണ്, ആരാണെങ്കിലും കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്ന് തന്നെ കൊണ്ടുവരാം എന്ന് താര പറയാണ്. ശരി എങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് രൂപ പറയുന്നുണ്ട്. അങ്ങനെ താര കുഞ്ഞിനെടുത്തോണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. ഷാരുടെ മുഖമൊക്കെ ആകെ അങ്ങ് മാറുന്നുണ്ട്. ശേഷം താര കുഞ്ഞിനെ കൊണ്ട് നേരെ പോണത് നമ്മുടെ സരയുവിന്റെ അടുത്തേക്കാണ്. സരയു ഇങ്ങനെ വേഗം ഇങ്ങനെ അവിടെ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താര കുഞ്ഞിനെ കൊണ്ട് വരുന്നുണ്ട്. കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കണതും സരയുവിന് ഭയങ്കര സന്തോഷാവാണ്. സരയു അവിടെ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് താരന്റെ അടുത്തേക്ക് ഓടി പോകാൻ. അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നോ, നന്നായമ്മേ, എനിക്ക് കുഞ്ഞിനെ കാണാൻ കൊതിയായിട്ട് വയ്യായിരുന്നു അമ്മേ, അമ്മ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴേക്കും അവിടെ ആർക്കെങ്കിലും സംശയം തോന്നിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ അറിയില്ല എന്ന് താര കാണിക്കുന്നുണ്ട്. അറിയില്ലെന്നോ, ഒരു കാര്യം ചെയ്യമ്മേ, 2-3 മണിക്കൂർ കഴിയുമ്പോ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തോ, അവിടെ ആർക്കും സംശയമൊന്നും ഇനി വരണ്ട എന്ന് പറയാണ്. എന്നിട്ട് മോളെ ചക്കര മോളെ, മോൾക്ക് അമ്മേനെ കാണുന്ന വിഷമോയോ, 2-3 ദിവസം മോളെ അമ്മേനെ കണ്ടിട്ടേ അല്ലേ, സോറി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുകൊണ്ട് മുകളിലേക്ക് പോവാട്ടെ. താരക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ്, അവിടെ ഉള്ളവർക്ക് സംശയമായോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെ കാർത്തികേനെയാണ്. പ്രകാശൻ അങ്ങനെ ഡിസ്ചാർജ് ആവാട്ടോ. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പ്രകാശനോട് കാർത്തിക പറയണ്ട, അച്ഛാ ഇനി അച്ഛന് 2 ദിവസത്തിനുള്ളിൽ പഴയ പോലെ എല്ലാവരും പോലെ പഴയ പോലെ നടക്കാം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അതേ അച്ഛാ ആരുടെ സഹായമില്ലാതെ അച്ഛന് നടക്കാൻ സാധിക്കും എന്ന് പറയുമ്പോ പ്രകാശൻ പറയണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ വേണ്ടി എന്ത് പുണ്യാണ് ഈശ്വര ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും കല്യാണി പറയണ്ട്, അച്ഛാ അത് വേറൊന്നല്ല, അച്ഛൻ മുൻ ജന്മത്തില് എന്തോന്നായ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതാ അച്ഛൻ ഈ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോ, ഓ അപ്പൊ ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ അടുത്ത ജന്മത്തിൽ അനുഭവിക്കും അല്ലേ മോളെ, എങ്കിൽ എനിക്കൊരു ജന്മം വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോ, അച്ഛാ അതൊക്കെ പിന്നീടുള്ള കാര്യല്ലേ, അതൊക്കെ നമുക്ക് പിന്നെയൊക്കെ ആലോചിക്കാം, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയാണ്. എന്നാലും എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു, എന്റെ പെൺമക്കളുടെ കൂടെ എനിക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഇങ്ങനെ ആയുസ് ഭഗവാൻ നീട്ടി തരുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യം, എനിക്ക് എന്റെ മക്കളെ കണ്ട് കൊതി തീർന്നില്ല എന്ന് പറയാണ്. എന്റെ ഈ കാല് എന്റെ അമ്മ തല്ലിയൊടിച്ചതാണ്, ഇപ്പതേ എന്റെ മക്കളായിട്ട് തന്നെ എന്റെ കാല് എനിക്ക് വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെ പ്രകാശൻ കല്യാണിന്റെയും കാർത്തികയുടെ കൂടെ വീട്ടിലേക്ക് പോകുവാട്ടോ. അങ്ങനെ പ്രകാശൻ ഇപ്പൊ നിൽക്കുന്ന വീട്ടിലേക്കാണ് പോണത്. അവിടെ നമ്മുടെ ബാലേട്ടൻ നമ്മുടെ പ്രകാശനം കാത്ത് നിൽക്കുന്നുട്ടോ. അവരെ കാണുമ്പോ തന്നെ ബാലണ്ണൻ ഓടി വരുവാണ്. ആ പ്രകാശ, ആ ബാലണ്ണ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ആ നീ പഴയ പോലെ ആയോടാ, ആ കുഴപ്പമില്ല ബാലണ്ണ, ഇപ്പൊ നടക്കാൻ പറ്റുന്നുണ്ട്, എന്റെ മക്കളുടെ സഹായത്തോടെ ദേ നടക്കാൻ തുടങ്ങുക, ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി, എടാ കാർത്തിക മോൾക്കും കല്യാണി മോൾക്കും പൈസയുടെ കാര്യത്തിൽ ഒരു ഇതും ഇല്ല, അവര് പൈസ ജീവിക്കണം തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ, അതുകൊണ്ട് നീ അതൊന്നും അടിച്ച് ടെൻഷൻ ആവണ്ട, പക്ഷെ നിന്റെ മക്കളാണ് ഇപ്പൊ നിനക്ക് ഈ കാല് വെച്ച് തന്നത്, ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടാവണം, പഴയ പോലത്തെ സ്വഭാവത്തിലേക്ക് നീ ആവരുത്. എന്താ ബാലണ്ണ ഈ പറയണത്, ഞാൻ പഴയ പോലത്തെ സ്വഭാവത്തിലേക്ക് ഇനി ഒരിക്കലും പോകില്ല, ഇനി എന്റെ ജീവിതം ദേ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ കാർത്തികടുത്തും കല്യാണത്തും പറയുന്നുണ്ട് ബാലണ്ണൻ, അതെ ഇവന്റെ കാല് ശരിയാവുകയാണെങ്കിൽ നിങ്ങളുടെ വളയം പിടിക്കാൻ ഇവൻ വരും കേട്ടോ, സോറി കിരണിന്റെ കല്യാണിന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിട്ട് ഇവൻ ഇരിക്കട്ടെ, ഞാൻ കമ്പനിയുടെ ഡ്രൈവർ ആയിക്കോളാം എന്ന് ബാലണ്ണൻ പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, അതൊക്കെ അച്ഛനും ബാലേട്ടനും എന്താ ആലോചിച്ച് ചെയ്തോന്ന് പറയുമ്പോ പ്രകാശം പറഞ്ഞ, എനിക്ക് ഇവരുടെ ഡ്രൈവർ ആവാൻ ആഗ്രഹമുണ്ട്, കാരണം എന്റെ മക്കളെ എപ്പോഴും എനിക്ക് കണ്ടോണ്ടിരിക്കാലോ, അതാണല്ലോ നിന്റെ ആഗ്രഹം, കിരണിനെ കരണിനെ എപ്പോഴും കണ്ടോണ്ടിരിക്കുക, അവരുടെ ഡ്രൈവറായി എനിക്ക് എപ്പോഴും കാണാലോ എന്നൊക്കെ പറയുമ്പോ പ്രകാശിന് സന്തോഷമാവണം. അച്ഛൻ അധികം നടക്കണ്ട, ഇന്ന് റെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിനെയും കൂട്ടിക്കൊണ്ട് ബാലേട്ടൻ അകത്ത് കയറി പോവാണെങ്കിൽ കാർത്തികയും കല്യാണി ഭയങ്കര സന്തോഷത്തോടെ പ്രകാശം പോകുന്നതും നോക്കിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ്. ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി
വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റെഫി വീണ്ടും ജയിലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ സ്റ്റെഫിനെ കാണുമ്പോ ഗംഗ ചോദിക്കേണ്ട, അല്ലടി നിന്നെ ഇവിടെ കണ്ടു കുറച്ചു നാളായാലോ, എന്ത് പറയാനടാ, 2 ശ്രമങ്ങൾ പാളിപ്പോയില്ലേ, അതുകൊണ്ട് നിന്നെ ഫേസ് ചെയ്യാൻ ഒരു മടി പോലെ. അതൊന്നും കുഴപ്പമില്ലടേ, ഈ കിരണും കല്യാണിയെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അവരുടെ പിന്നിൽ ദൈവശക്തി ഉണ്ടെന്നൊക്കെ ഇവിടെ എല്ലാവരും പറയണത്. എന്താണെങ്കിലും അവരെ നമുക്ക് തൂക്കിയെടുത്തേ പറ്റൂടാ. കിരണും ഒരു കല്യാണിയും ഒരു കാർത്തിക്. എടാ നീ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്തു വാടാ. എടി ഞാൻ അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഉടനെ തന്നെ ഞാൻ പുറത്തു വരും എന്ന് പറയാണ്. പിന്നെ ഇവിടെ എനിക്ക് സഹായിക്കാനായിട്ട് 2-3 പേരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. എടാ പുറത്ത് എങ്ങനെയെങ്കിലും കിരണിനെയും കല്യാണിനെയും കാർത്തികനെ നമുക്ക് ഇല്ലാതാക്കാനുള്ള പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ നീ കൂടെ വേണം. അല്ലടാ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, എന്താടി ഈ കിരണിന്റെ കല്യാണിന്റെ വീട്ടിൽ ചെറുപ്പക്കാരുടെ പയ്യന്മാരുണ്ടോ? എന്താടി നീ അങ്ങനെ ചോദിച്ചത്? അല്ല ഒന്ന് പ്രണയിക്കാനോ? എടാ അങ്ങനെയല്ലടാ, നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചില ആൾക്കാരെ പ്രണയം നടിച്ചിട്ട് വലയിൽ വീഴ്ത്തിയിട്ടില്ലേ, അതുപോലെ ഒന്ന് വീഴ്ത്താനാണ്. അവിടെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ലടി. അതാണൊരു പ്രശ്നം. പിന്നെ ആ കാർത്തിക എന്ന് പറഞ്ഞവള് ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അവള് ഒരു കല്യാണം കഴിക്കാതിരിക്കാൻ നീ ശ്രമിക്കണം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കളൊക്കെ അങ്ങനെ പോകും എന്ന് പറയാണ്. അപ്പൊ കാർത്തിക പറയണ്ടത് ശരിയാ, അവളെങ്ങനെ കല്യാണം കഴിച്ച് എങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ച് പോകും എന്ന് പറയാണ്. അതെ, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കല്യാണാലോചനയോ കല്യാണത്തിന്റെ ഒക്കെ സംഭവങ്ങളോ വരികയാണെങ്കിൽ അവളും ഇനി മടിക്കൊന്നുമില്ല. എന്നിട്ട് തലക്കുള്ള പരിക്കൊന്നും അവള് കാര്യത്തിലെടുക്കില്ല. വീട്ടുകാരെല്ലാവരും നിർബന്ധിക്കുകയാണെങ്കിൽ അവളും വിവാഹം കഴിക്കും. അങ്ങനെയാണെങ്കിൽ അവള് വിവാഹം ഒരിക്കലും നടത്തരുതെന്നേ, അങ്ങനെയൊക്കെ മുടക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ എന്ന് നമ്മുടെ സ്റ്റെഫി ഗംഗപ്രസാദോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപേനെയും അതുപോലെ തന്നെ ഷാരിയുടെ അടുത്തേക്ക് കിരണും, രൂപയുടെയും അതുപോലെ തന്നെ ഷാരിയുടെയും ചന്ദ്രസേന്റെ അടുത്തേക്ക് കിരണും കല്യാണിയും വന്നിരിക്കുക കേട്ടോ. അവർ ബെല്ലടിക്കുമ്പോഴേക്കും രൂപയാണ് വാതിൽ തുറന്ന്, മക്കള് വന്നോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. എല്ലാ സരിവിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയ മോനെ? ഇല്ലമ്മേ, ഇതുവരെ ഒരു അറിവ് കിട്ടിയില്ല എന്ന് പറയാണ്. ഷാരിയാണെങ്കിൽ ആകെ കരച്ചിലാണ്. സരിവിനെ കാണാൻ തന്നെ വിഷമത്തിലായിരുന്നു അവൾ ഇതുവരെ. ഇപ്പൊ ദേ കുഞ്ഞും പോയി. കുഞ്ഞു പോയിന്നോ? കൺമണി മോനെ ഇവിടെ ഇല്ലേ? ഇല്ലെന്നേ, താര വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതെന്തിനാ താരാന്റി കൂട്ടിക്കൊണ്ടുപോയത്? താരാന്റിക്ക് ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ കാണാലോ. അറിയില്ല, ഇവിടെ വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടാ പോയത്. പക്ഷെ ഇപ്പൊ ഇത്രയും നേരിട്ടും കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രസേന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തായുടെ സ്വഭാവം മനസ്സിലാവുന്നില്ലല്ലോ മോനെ. ചിലപ്പോ ഇവിടെ സരിവിന്റെ കുഞ്ഞിനെ ഷാരി എടുത്തോണ്ടിരിക്കണ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണെന്ന് അറിയില്ല അവൾ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്നാലും അത് ശരിയല്ലല്ലോ അച്ഛാ. താരാന്റിക്ക് ഒന്നത്തെ കാര്യം സംസാരിക്കാനും പെട്ടെന്ന് അറിയില്ലല്ലോ, പറ്റില്ലല്ലോ. അപ്പൊ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അത് ഈ സമയത്ത് ഒറ്റയ്ക്ക് കുഞ്ഞെ കൊണ്ട് മാറി നിൽക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാനും കല്യാണിയും കൂടി ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണിയും കിരണും കൂടി നേരെ പോണത് താരുടെ അടുത്തേക്കാട്ടോ. അവിടെ പോയിട്ട് കാറ് വരുമ്പോ തന്നെ താര പതുക്കെ ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഇവരെ കാണുമ്പോ തന്നെ താര ഒന്നും അറിയാത്ത പോലെ വാതില് തുറക്കാട്ടോ. താരാന്റിയോ? താരാന്റി എന്തിനാ താരാന്റി പെട്ടെന്ന് കുഞ്ഞെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ഒന്നുമില്ല എന്ന് താര പറയാണ്. അല്ല കുഞ്ഞെവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും താര ഒന്നും പറയുന്നില്ല. അപ്പൊ കല്യാണം ചോദിക്കണ്ടേ, എന്താ ആന്റി ഒന്നും സംസാരിക്കാത്തത്? കൺമണി മോൾ എന്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് മുകളിൽ നിന്നിട്ട് കൺമണി മോള് കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ. ഓഹോ, കുഞ്ഞു മുകളിലുണ്ടോ? എന്നാ ഞാൻ പോയി എടുത്തോളാം എന്ന് കല്യാണി പറയുമ്പോഴേക്കും കല്യാണിന്റെ അടുത്തേക്ക് വേഗം താര വരുക. എന്താ ആന്റി? ഒന്നുമില്ല എന്ന് താര തല ഇങ്ങനെ ആട്ടുന്നുണ്ട്. ആ സമയത്ത് കിരൺ ചോദിക്കണ്ട, എന്താ ആന്റി? ആന്റി കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിന്റെ അമ്മേനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? എന്നുമ്പോ താര ആകെ ഞെട്ടിപ്പോവാട്ടോ. അല്ല, ഇനി കുഞ്ഞിന്റെ അമ്മ എങ്ങാനും വന്നിട്ട് താരാന്റെ അടുത്ത് കുഞ്ഞിനെ ആവശ്യപ്പെട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് എനിക്ക് സംശയം തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നുമില്ല എന്ന് താര പറയാണ്. എങ്കിൽ ഞാൻ കുഞ്ഞിനെ കണ്ടിട്ട് വരാ കിരണേട്ടാ എന്ന് പറഞ്ഞിട്ട് കല്യാണി മുകളിലേക്ക് പോകുന്നുണ്ട്. താര ആകെ ടെൻഷൻ അടിച്ചിരിക്കാട്ടോ. താരുടെ മുഖം കണ്ടപ്പോ തന്നെ കിരണിനെ കാര്യം മനസ്സിലായി. സരിയു അവിടെ എവിടെയോ ഉണ്ടെന്ന്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.